ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു ആണ് കേട്ടോ. എൻ്റെ ഇന്നത്തെ റെസിപ്പി പൂരിക്കും ചപ്പാത്തിക്കും ഒപ്പം കൂട്ടി കഴിക്കാവുന്ന മസാലക്കറിയാണ്. ഈ മസാലക്കറി ഒരുവിധം എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. എന്നാലും ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 ഉരുളക്കിഴങ്ങും 2 സവാളയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് സാമാന്യം വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഞാൻ 3 പച്ചമുളകാണ് ചേർക്കണേ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് രണ്ടും നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം കേട്ടോ. ഇതെല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം ഈ കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കഷ്ണങ്ങളുടെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഫുൾ ഫ്ലെയിമിൽ 3-4 വിസിലടുപ്പിക്കാം. എയർ ഫുള്ള് പോയതിന് ശേഷം കുക്കർ തുറക്കാം. കുക്കർ തുറന്നു, കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടണ സമയത്ത് കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഈ ഉഴുന്നുപരിപ്പ് ഒരു ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി മൂപ്പിക്കുക. ഇനി ഇതിലേക്ക് കറി ഒഴിച്ചു കൊടുക്കാം. കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കറി കുറച്ചൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിലുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. എല്ലാ ഉരുളക്കിഴങ്ങും ഇങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടുക കേട്ടോ. ഇനിയിപ്പോൾ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ, മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഈ കറി നന്നായി തിളച്ച് നമുക്ക് ആവശ്യമുള്ളത്ര തിക്കാവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പക്ഷേ സ്റ്റൗ ഓഫ് ചെയ്യണേറ്റ് മുന്നേ ഒരു ചെറിയ കാര്യം കൂടി ചെയ്യണം. ഒരു 1/4 ടീസ്പൂണിലും കുറവ് അല്ലെങ്കിൽ ഒരു നുള്ള് ഗരം മസാലപ്പൊടി ഈ കറിയിലേക്ക് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. അത് ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഗരം മസാലപ്പൊടി ചേർക്കണത് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ. പക്ഷേ ഗരം മസാലപ്പൊടി ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇത് പൂരിക്കൊപ്പം ചപ്പാത്തിക്കൊപ്പം ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ ദോശയിൽ വെച്ചിട്ട് മസാല ദോശയായിട്ടും നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.